സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ളവരിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയിട്ടുള്ള അപാരമായ അനുഗ്രഹമാണ് അവൻ്റെ വിശേഷ ബുദ്ധി. അല്ലാഹു നൽകിയ ആ ബുദ്ധി ഉപയോഗപ്പെടുത്തി ഇഹപര വിജയങ്ങൾക്കാവശ്യമായ പലതും അവർ കണ്ടെത്തുകയും ഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിറന്നു വീഴുമ്പോൾ ഇതിനൊന്നും അറിയാത്ത നിസ്സഹായാവസ്ഥയിലായിരുന്നു മനുഷ്യപ്പിറവി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച വചനത്തിൽ അള്ളാഹു അതാണ് ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാതിക്കും, നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ നിന്ന് നിങ്ങളുടെ മാതാക്കൾ നിങ്ങളെ പ്രസവിച്ചത് എപ്രകാരമാണ്? അള്ളാഹു നിങ്ങളെ ഈ ഭൂമിയിലേക്ക് പുറത്തു കൊണ്ടുവന്നപ്പോൾ ലാ തഅലമൂന ശൈഅ, നിങ്ങൾക്ക് ഒന്നും അറിയാത്തവരായിരുന്നു. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, അവൻ പിന്നീട് നിങ്ങൾക്ക് കാര്യങ്ങളെ വിവേചിച്ചറിയാനുള്ള കണ്ണും കാതും ഹൃദയവും ബുദ്ധിശക്തിയും ഒക്കെ അവൻ പ്രദാനം ചെയ്തു. എന്തിനാണിതൊക്കെ നൽകിയത്? ലഅല്ലക്കും തഷ്കുറൂൻ, ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾ അല്ലാഹുവിനെ ശുക്റുള്ളവരാകണം. ഇതാണ് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. ഈ രീതിയിൽ മനുഷ്യന് അല്ലാഹു നൽകിയ ഈ പ്രത്യേകമായ കഴിവുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഓരോ കാലഘട്ടങ്ങളിലും മനുഷ്യർ പുതിയ പുതിയ കണ്ടെത്തലുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഇന്ന് ഏറെ പ്രാധാന്യമർഹിക്കുന്നതും പ്രചാരം നേടിക്കഴിഞ്ഞതുമായ ഒരു കാര്യമാണ് AI എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മലയാളത്തിൽ നിർമ്മിത ബുദ്ധി എന്ന് നമ്മൾ പറയുന്ന ആ ഒരു പ്രതിഭാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ഇവിടെ എല്ലാം കീഴ്പ്പെടുത്തി തന്നു. ചിന്തിക്കുന്നവർക്ക് അതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട്. റബ്ബാണിതൊക്കെ അവന് പ്രത്യേകമായ നിലക്ക് കണ്ടെത്താനുള്ള കഴിവുകൾ നൽകിയത് അവൻ മാത്രമാണ്. വസഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി ജമീഅൻ മിൻഹു, അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും മുഴുവനും അവനാണ് നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത്. മിൻഹു, അത് അവനിൽ നിന്ന് മാത്രമാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക്, ജനതയ്ക്ക് ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഏതോ ഒരു കാലത്ത് വരാനിരിക്കുന്ന ഒരു സംഭവമല്ല AI എന്ന് പറയുന്ന ഈ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന ഈ പ്രതിഭാസം. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ നമ്മളൊക്കെ അതിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു റോഡിലൂടെ നമ്മൾ മാപ്പും വെച്ചുകൊണ്ട് വാഹനം ഓടിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ പോകുന്ന റൂട്ടിൽ അല്പം മുമ്പോട്ടെത്തിയാൽ അവിടെ വലിയ തിരക്കുണ്ട്, റൂട്ടൊന്ന് മാറ്റിപ്പിടിച്ചോളൂ എന്ന സജഷൻ തരുന്നത് AI വിദ്യയിലൂടെയാണ്. അതുപോലെ തന്നെ യൂട്യൂബിലൂടെ നിങ്ങൾ എന്ത് കാണണം, എന്താണ് നിങ്ങൾ പ്രത്യേകമായി വാങ്ങേണ്ടത്, നിങ്ങളുടെ അഭിരുചികൾ എന്ത്, നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സംവിധാനങ്ങളുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് നമ്മുടെ കൺമുമ്പിലേക്ക് നമ്മൾ ആവശ്യപ്പെടുന്നതും ചർച്ച ചെയ്തതും ഒരിക്കലെങ്കിലും സെർച്ച് ചെയ്തതുമായ കാര്യങ്ങൾ ധാരാളക്കണക്കിന് പൊങ്ങി വരിക തന്നെയാണ്. നമ്മളുടേതായ ഏത് കാര്യങ്ങളും ചോദിച്ചാൽ ഉത്തരം മറുപടി പെട്ടെന്ന് തരുന്ന റോബോട്ടുകൾ, ഡ്രൈവറില്ലാത്ത റോബോട്ടിക് കാറുകൾ, എല്ലാ സംവിധാനങ്ങളും ഇന്ന് ലോകത്ത് വന്നു കഴിഞ്ഞു. വരാനുള്ളതല്ല, വന്നു കഴിഞ്ഞു. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ AI ഉണ്ടാക്കി. മനുഷ്യരുടെ അധ്വാനങ്ങളും സമയങ്ങളുമൊക്കെ ഇപ്പോൾ വളരെ കുറച്ചു മതി. പഠന മേഖലയിലും അധ്യാപന രംഗത്തും കാര്യങ്ങൾ പലപ്പോഴും എളുപ്പമായി. ഒരു അധ്യാപകനോട് ചോദിച്ചറിയും പോലെ റോബോട്ടുകളോട് ചോദിച്ചറിയുന്ന സംവിധാനമെത്തി. അറിവിൻ്റെയും ഗവേഷണത്തിൻ്റെയും ചക്രവാളങ്ങൾ വിശാലമായി മാറിത്തുടങ്ങി.
പല മേഖലയിലും സങ്കീർണതകളുടെ കുരുക്കുകൾ കടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ ഇന്ന് സങ്കീർണതകൾ ഇല്ലാതായി എളുപ്പത്തിൻ്റെ മാർഗങ്ങളിലേക്ക് അവൻ കടന്നു കയറി. നല്ല നല്ല സേവനങ്ങൾ പല മേഖലകളിലായി ആ രംഗത്ത് ലഭ്യമായി തുടങ്ങി. പുരോഗതിയുടെ കവാടങ്ങൾ ഓരോന്നോരോന്നായി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തുറക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ആരാധനയുടെ പല കാര്യങ്ങൾ പോലും നിർവഹിക്കൽ എന്ന് പലപ്പോഴും അധുനാധുനൈകത്തിൽ എളുപ്പമായി മുൻകാലങ്ങളെ അപേക്ഷിച്ച്. റഹ്മാനായ റബ്ബി അനുഗ്രഹങ്ങളൊക്കെ തരുന്നതെന്തിനാ? ഇതൊക്കെ എൻ്റെ ബുദ്ധിയാണ്, ഇനി ദൈവം ആവശ്യമില്ല, അള്ളാഹ് ആവശ്യമില്ല, ഞാൻ തന്നെ മതി എന്ന നെകളിപ്പ് പറയാനല്ല. വഹുവല്ലദീ ജഅലകും ഖലായിഫൽ അർദ് വറഫഅ ബഅദകും ഫൗഖ ബഅദിൻ ദറജാതിൻ ലിയബ്ലുവകും ഫീമാ ആതാകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങളെ ഭൂമിയിൽ മറ്റൊരു തലമുറ പോയതിന്റെ ശേഷം അടുത്ത ഒരു തലമുറയുടെ പ്രതിനിധികളായി നിങ്ങളെ ആക്കിയത്. വറഫഅ ബഅദകും ഫൗഖ ബഅദിൻ ദറജാതിൻ, നിങ്ങൾക്ക് ചിലർക്ക് ചിലരേക്കാൾ പല പദവികളും പല മേഖലയിലും അവൻ നൽകുകയും ചെയ്തു. ഇതൊക്കെ എന്തിനായിരുന്നു? എന്തിനു വേണ്ടിയാണ്? അതിൻ്റെ പേരിൽ ഫഖർ നടിക്കാനോ റബ്ബിനെ ചോദ്യം ചെയ്യാനോ ഒന്നുമല്ല. ലിയബ്ലുവകും ഫീമാ ആതാകും, നിങ്ങൾക്കവൻ നൽകിയിട്ടുള്ള എന്തെന്ത് നിഅമത്തുകളുണ്ടോ അതിലൊക്കെ നിങ്ങൾ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങളെ പരീക്ഷിക്കാൻ തന്നെയാണ്. നമ്മുടെ കാലഘട്ടത്തിലെ AI എന്ന് പറയുന്ന നിർമ്മിത ബുദ്ധി, അതും വലിയ ഒരു ശക്തമായ പരീക്ഷണമായി ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ അനുഗ്രഹം ശരിക്കും ഉപയോഗപ്പെടുത്തുന്നുണ്ടോ അതോ അത് ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന് തന്നെയാണ് ഇതിലടങ്ങിയ പരീക്ഷണം. എങ്ങനെയാണ് AI സമീപിക്കേണ്ടത് എന്ന് ഒന്നാമതായി അതെന്താണെന്ന് മനസ്സിലാക്കലാണ്. എന്തൊക്കെയാണ് അതിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഈ നിർമ്മിത ബുദ്ധി, അതറിയലാണ് ആദ്യപടി. അതിൻ്റെ നന്മ തിന്മകൾ കൃത്യമായി വിവേചിച്ച് പഠിക്കലും അറിയലുമാണ്. അത് മക്കൾക്കും മനസ്സിലാക്കി കൊടുക്കൽ അനിവാര്യമായ കാലഘട്ടമാണിത്. നന്മകൾക്കായി മാത്രം ഉപയോഗിച്ചുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോലും മനുഷ്യൻ അവൻ്റെതായ നന്മകളുടെ മാർഗങ്ങളെ വെട്ടിപ്പിടിക്കുവാനും അതിൻ്റെ മേഖലയെ വർദ്ധിപ്പിക്കുവാനും പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. വഖുർ റബ്ബി സിദ്നി ഇൽമാ. ആനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോലും അള്ളാഹു പറഞ്ഞത്, എൻ്റെ രക്ഷിതാവേ, നീ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ്. മനുഷ്യർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ, നന്മകൾ ധാരാളം വർദ്ധിപ്പിക്കുവാൻ, ഇതൊക്കെ ഉപയോഗപ്പെടുത്തുവാൻ എത്രത്തോളം മനുഷ്യന് സാധ്യമാകുന്നുണ്ടോ അത്രത്തോളം അതവന് പ്രയോജനപ്പെടും. ഉപകാരമുള്ളതിൻ്റെ മുമ്പിൽ ഏതെങ്കിലും ഒരു പുതിയ കണ്ടുപിടുത്തങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും വരുമ്പോൾ അതിനെ പേടിച്ചുകൊണ്ട് പകച്ചു പിന്മാറുകയല്ല ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത്. ഇതുകൊണ്ടൊക്കെ വലിയ അപകടങ്ങളാണെന്ന് പറഞ്ഞ് പേടിച്ച് പിന്മാറാതെ അതൊക്കെ എനിക്ക് എങ്ങനെ നന്മയുടെ പാതാവിൽ ഉപയോഗപ്പെടുത്തുവാൻ പറ്റും എന്ന കൃത്യമായ ആലോചനയും പഠനങ്ങളുമാണ് വിശ്വാസിയിൽ നിന്നുണ്ടാകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പറഞ്ഞത്, ഇഹ്രിസ് അലാ മാ യൻഫഉക. ഏത് കാര്യത്തിലും നിനക്ക് ഉപയോഗപ്പെടുത്താം, പക്ഷേ നിനക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളുടെ കാര്യത്തിൽ നീ നല്ല ആർത്തിയുള്ളവനാകണം. നിനക്ക് പ്രയോജനം അതുകൊണ്ടൊക്കെ എപ്രകാരം ലഭിക്കാൻ സാധ്യമാകുമോ ആ വഴികളുടെ നേരെ നീ കണ്ണടക്കാതെ നിനക്ക് നല്ല അത്യാഗ്രഹമുണ്ടാകണം നിനക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ. അങ്ങനെ ഉപകാരപ്രദമായ കാര്യങ്ങളിൽ മാത്രം അത് വിനിയോഗിക്കുമ്പോൾ ആ മേഖലയിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടാനൊന്നുമില്ല. അള്ളാഹു അവന് കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ ഇനിയും വിശാലപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുക. വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും. റബ്ബ് തരുന്ന ഏതേത് നിഅമത്തുകളോടും പുറഞ്ചു നിൽക്കാതെ അതിനോട് നന്ദി കാണിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ റബ്ബ് ആ മാർഗത്തിൽ പരാജയപ്പെടുത്തുകയല്ല ചെയ്യുക, കൂടുതൽ നിഅമത്തുകൾ വർദ്ധിപ്പിച്ചു തരികയാണ് ചെയ്യുക. മനുഷ്യർ ഇതുകൊണ്ടൊക്കെ അലസരാകും എന്ന ഒരു പ്രചരണമുണ്ട്. മനുഷ്യർ അലസരാവേണ്ടവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലസതയിൽ നിന്ന്, അശക്തിയിൽ നിന്ന് കാവൽ ചോദിച്ച പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എല്ലാം ചെയ്യും, ഇത് നമ്മുടെ ആവശ്യമില്ല എന്ന് കരുതി എല്ലാം റോബോട്ടുകളെയും അതേപോലെയുള്ള സംവിധാനങ്ങളെയും ഏൽപ്പിച്ച് അലസരും നിഷ്ക്രിയരുമായി ജീവിതം കഴിച്ചു കൂട്ടേണ്ടവരല്ല. മറിച്ച് ഈ അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം എളുപ്പമാക്കുന്ന ടൂളുകൾ മാത്രമാണ് എന്ന തിരിച്ചറിവാണ് വിശ്വാസികൾ നേടിയെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ,
ഇത്തരം മേഖലകൾ അള്ളാഹു നമ്മെ ഏൽപ്പിക്കുന്ന അമാനത്തുകളായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അമാനത്തുകൾ എപ്രകാരം നിർവഹിച്ചു എന്ന ചോദ്യം പരലോകത്തുണ്ടാകും. കൃത്യവും വ്യക്തവുമായി റബ്ബ് പറയുന്നുണ്ട്. റബ്ബ് തരുന്ന ഓരോ നിഅമത്തുകളും അവൻ നമ്മെ ഏൽപ്പിക്കുന്ന അമാനത്തുകളാണ്. അതെങ്ങനെ കൈകാര്യം ചെയ്തു, എങ്ങനെ ഉപയോഗപ്പെടുത്തി, എങ്ങനെ അതിന് നന്ദി കാണിച്ചു എന്ന് കൃത്യവും വ്യക്തവുമായ നിലക്ക് മറുപടി പരലോക കോടതിയിൽ പറയേണ്ടി വരും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് മാറി മാറി വരുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നവങ്ങളായ അധുനാധുനങ്ങളായ കണ്ടുപിടുത്തങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കാതെ അവയെ നന്മയുടെ മാർഗത്തിലേക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് നൽകിയ ദാതാവായ റബ്ബിനോട് ശുക്റുള്ളവരായി ജീവിക്കലാണ് വിശ്വാസികൾ അവയോടൊക്കെ സ്വീകരിക്കേണ്ടുന്ന സമീപനം. അതിൻ്റെ നന്മകൾ മനസ്സിലാക്കുക, തിന്മകളെയും മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടുനിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളിൽ അധിഷ്ഠിതമായ നിലക്ക് റബ്ബ് തരുന്ന ഏത് നിഅമത്തുകളെയും ഉപയോഗപ്പെടുത്തുന്ന, ദുരുപയോഗപ്പെടുത്താതെ നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയഹു. അമ്മാ ബഅദു ഫഊസീകും ഇബാദല്ലാഹ് വനഫ്സി ബിതഖ്വല്ലാഹ്. أعوذ بالله من الشيطان الرجيم. قل إنما حرم ربي الفواحش ما ظهر منها وما بطن والإثم والبغي بغير الحق وأن تشركوا بالله ما لم ينزل به سلطانا وأن تقولوا على الله ما لا تعلمون. നബിയെ പറയുക, എൻ്റെ റബ്ബിത കർശനമായി വിരോധിച്ചിരിക്കുകയാണ്, അവൻ നിഷിദ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അൽ ഫവാഹിഷ, നീചമായ പ്രവർത്തനങ്ങൾ. മാ ളഹറ മിൻഹാ വമാ ബതൻ, നീചമായ പ്രവർത്തനങ്ങൾ, അശ്ലീലതകൾ, പ്രകടമായവയും പ്രകടമാവാത്തവയും ഒക്കെയുണ്ട്. ഒളിഞ്ഞതും തെളിഞ്ഞതുമായ ഒട്ടേറെ നീചമായ പ്രവർത്തനങ്ങൾ ലോകത്തുണ്ട്. എൻ്റെ റബ്ബ് അതെല്ലാം നിഷിദ്ധമാക്കിയിരിക്കുന്നു. വൽ ഇസ്മ, പാപകരമായ കാര്യങ്ങൾ, കുറ്റകരമായതെന്തും അവൻ വിലക്കിയിരിക്കുന്നു. വൽ ബഗ്യ ബിഗൈരിൽ ഹഖ്, അന്യായമായി മറ്റൊരാൾക്കെതിരെയുള്ള കയ്യേറ്റങ്ങളെ, അത് ധനത്തിന്റെ പേരിലായാലും ശാരീരികമായിട്ടാണെങ്കിലും കയ്യേറ്റങ്ങൾ അല്ലാഹു വിരോധിച്ചിരിക്കുന്നു. വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന, യാതൊരു പ്രമാണത്തിന്റെയും പിൻബലമില്ലാതെ റഹ്മാനായ റബ്ബിൽ ശിർക്ക് വെക്കുന്ന, ശിർക്കിന് ന്യായീകരണം കണ്ടെത്തുന്ന പ്രവണതയെയും അല്ലാഹു അത് കഠിനമായി വിരോധിച്ചിരിക്കുന്നു. അവസാനം പറഞ്ഞു, വഅൻ തഖൂലു അലല്ലാഹ്, അല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾ പറയലും അവൻ വിരോധിച്ചിരിക്കുന്നു. മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത്. വിവരല്ലാതെ മതം പറയുക, വിവരല്ലാതെ അള്ളാഹിന്റെ കാര്യം പറയുക, അതൊക്കെ അവൻ വിരോധിച്ചിരിക്കുന്നു. ഈ വചനങ്ങൾ സൂറത്തുൽ അറാഫിലെ 33-ാമത്തെ ഈ സൂക്തത്തിലൂടെ റബ്ബ് ഹറാമാക്കിയ എല്ലാ കാര്യങ്ങളും ഇതിൽ ഏതാണ്ട് ഉൾക്കൊള്ളിരിക്കുകയാണ്. വിശ്വാസം വന്നു, ആചാരങ്ങൾ വന്നു, അനുഷ്ഠാനങ്ങളുടെ അഥവാ സ്വഭാവ മൂല്യങ്ങൾ വന്നു, ധാർമ്മികത വന്നു, അശ്ലീലതകൾക്കെതിരെയുള്ള പ്രയോഗങ്ങൾ വന്നു. എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ പരിശുദ്ധി പ്രാപിക്കേണ്ടുന്നതിൻ്റെ കാര്യം ഇവിടെ വ്യക്തമാണ്. എന്നാൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ AI ആ ടൂൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യന്മാരിന്ന് അധാർമികതയിലേക്കാണ് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. റഹ്മാനായ റബ്ബിനെ ചോദ്യം ചെയ്യുകയാണ് പലരും. AI വന്നു, ഇഷ്ടമുള്ളതൊക്കെ ഇനി നമുക്ക് നിർമ്മിക്കാം, അതുകൊണ്ട് ദൈവം ആവശ്യമില്ല, ധാർമ്മിക മൂല്യങ്ങളുടെ ആവശ്യം ഇനി എന്ത്, മതമൊക്കെ അപ്രസക്തമായിരിക്കുന്നു, കാരണം ഒക്കെ AI കൈയടക്കി കഴിഞ്ഞു എന്ന്. വെറുതെയുള്ള വർത്തമാനങ്ങൾ മാത്രമാണത്. മനസ്സിലാക്കണം, റഹ്മാനായ റബ്ബ് ഇവിടെ സൃഷ്ടികർമ്മം നിർവഹിക്കുന്നത്, അവൻ ഉണ്ടാക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഡാറ്റ നോക്കിയിട്ടും ഏതെങ്കിലും ഒരു പ്രത്യേകമായ സംവിധാനങ്ങളുടെ പദാർത്ഥത്തിന്റെ സഹായത്തോടു കൂടെയല്ല. റബ്ബിനെ അവൻ പരിചയപ്പെടുത്തിയത് ബദീഉസ് സമാവാതി വൽ അർള് എന്നാണ്. ആകാശഭൂമികളെ ഒന്നിന്റെയും സഹായമില്ലാതെ ശുദ്ധ ശൂന്യതയിൽ നിന്ന് പടച്ചവനാണവൻ. ലോകം എത്ര പുരോഗമിച്ച്, എത്ര വലിയ സംവിധാനങ്ങളിലേക്ക്, എത്ര വലിയ രൂപത്തിലുള്ള പുരോഗതിയിലേക്ക് മനുഷ്യനെത്തിയാലും പരിശുദ്ധ ഖുർആൻ വ്യക്തവും കൃത്യവുമായിട്ടൊരു വെല്ലുവിളി നടത്തുന്നുണ്ട്. എന്ത്? റബ്ബല്ലാത്തവർ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയാലും എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയാലും
എന്തെങ്കിലും ഒന്നിനെ സൃഷ്ടിക്കുന്ന പടച്ചവനായിട്ട് പോയിട്ട് ഒരു ഈച്ചയെ പടക്കാൻ പോലും അവരെ കൊണ്ട് പറ്റൂല. അത് ഖുർആനിൻ്റെ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി സ്വീകരിച്ചവരുണ്ടെങ്കിലും ഒന്ന് കാണട്ടെ. ഏത് റോബോട്ടുകളോട് ഏത് സംസാരിച്ചാലും എല്ലാം സംവിധാനങ്ങളാണ്. അവയ്ക്ക് നൽകുന്ന ഡാറ്റകൾക്കനുസരിച്ച് മാത്രം ചോദ്യം ചെയ്യുമ്പോൾ മറുപടി പറയും. അതേപോലെ തന്നെ മതം പഠിക്കുവാൻ ഇന്ന് പല ആളുകളും AI ആസ്പദിക്കുകയാണ്. തെറ്റാണത്. മതം പഠിക്കുവാനുള്ള അവസാന വാക്കുകൾ AI. ഒരു കാലത്ത് ഗൂഗിളായിരുന്നു മുഫ്തിയെങ്കിൽ ഇന്ന് AI മുഫ്തിയായിട്ട് ആളുകൾ കാണുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് മതം പഠിക്കാനുള്ള അവസാനത്തെ വാക്കല്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കൂ എന്നാണ്. അതിൽ ഫീഡ് ചെയ്യപ്പെടുന്ന ഡാറ്റകൾക്കും ലക്ഷക്കണക്കിന് അത് സെർച്ച് ചെയ്തിട്ട് അതിന് ലഭിക്കുന്ന വിവരങ്ങൾ, അതിൽ തെറ്റുമുണ്ടാകും, ശരിയുമുണ്ടാകും, നേരുമുണ്ടാകും, നെറുകേടുമുണ്ടാകും, എല്ലാം ഉണ്ടാകും. അതെല്ലാം കൂടി ആറ്റിക്കുറുക്കി അവിടെ തപ്പിയിട്ടാണ് നമ്മുടെ ചോദ്യങ്ങൾക്ക് AI മറുപടി തരുന്നത്. AIയുടെ ഫത്വ ആധികാരികമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ചിലരൊക്കെ ഇപ്പം അങ്ങനെ വിചാരിക്കുന്നുണ്ട്. AIയോട് ചോദിച്ചാൽ ഒക്കെ പറഞ്ഞു തരും, ജെമിനിയോട് ചോദിച്ചാൽ ഒക്കെ പറഞ്ഞു തരും. അങ്ങനെ പുതിയ ആപ്പുകളും ആ സംവിധാനങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ടൊക്കെ ദീൻ പഠിക്കാൻ, അല്ലാഹു തആലയുടെ ദീൻ സംസാരിക്കണമെങ്കിൽ, ഒരാൾക്ക് ഫത്വ കൊടുക്കണമെങ്കിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ആ മുഫ്തിക്കുണ്ടായിരിക്കേണ്ടുന്ന നൂറുകണക്കിന് നിബന്ധനകൾ കൃത്യവും വ്യക്തവുമായി പറയുന്നുണ്ട്. അതല്ലാതെ പറഞ്ഞാലോ, ഞാൻ ദീനിന്റെ പേരിൽ പറയുന്നതെങ്കിൽ ആധികാരികമായി എനിക്കതിനെക്കുറിച്ച് അറിവില്ലാതെ ഞാൻ പറയുന്നതാണ്. ഈ ആയത്തിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച വചനത്തിലെ അവസാനത്തെ വാചകം അൻതഖൂലു അലല്ലാഹ് മാ ലാ തഅലമൂൻ, അല്ലാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്ക് അറിവില്ലാതെ സംസാരിക്കൽ, അത് പറയൽ. മതം പറയാൻ പഠിക്കണം. ഭൗതിക കാര്യങ്ങൾ സെർച്ച് ചെയ്യും പോലെയല്ല മതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കലും അത് ഷെയർ ചെയ്യലും അത് പ്രചരിപ്പിക്കലും. നല്ല തസബ്ബുത്ത് വേണം. അത്തസബ്ബുത്തു നിസ്ഫുൽ ഇൽമി എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഒരു കാര്യത്തെക്കുറിച്ച് എല്ലാ ചപ്പുചവറുകളും കൂടെ വാരിക്കൂട്ടിയിട്ട് അതൊക്കെ വിളമ്പലല്ല ഇൽമ്. അതിനറിവൊന്നും വേണ്ട. മറിച്ച് നിന്റെ മുമ്പിൽ വന്നു കിട്ടിയ, പരന്നു കിട്ടിയിട്ടുള്ള ആ അറിവെന്ന് പറയുന്ന രൂപത്തിലുള്ള ഡാറ്റകളുണ്ടല്ലോ, റിസൾട്ടുകളുണ്ടല്ലോ, അത് പരിശോധിച്ചറിയാൻ നിനക്ക് പറ്റണം. ശരിയാണോ പറഞ്ഞത്, തെറ്റാണോ ആ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ, ഒരു തമ്മാടി നിങ്ങളോടൊരു വാർത്തയുമായി വന്നാൽ നിങ്ങളത് പെട്ടെന്ന് വിശ്വസിച്ച് അതിൻ്റെ മേലെ തുടർ നടപടികൾക്ക് ഒരുങ്ങരുത്. ഫതബയ്യനൂ, നിങ്ങൾ നന്നായി അതിനെക്കുറിച്ച് വ്യക്തത വരുത്തണം. ഒരു ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലോ അറബിയിലോ ഒക്കെ ടൈപ്പ് ചെയ്ത് AIയോട് ചോദിക്കുമ്പോൾ കിട്ടുന്ന മറുപടി, ഇനി ഞാൻ മുഫ്തിയായി, ഞാൻ വലിയ മതപണ്ഡിതനായി എന്ന് പറഞ്ഞിട്ട് അത് വിളമ്പാൻ നിൽക്കണ്ട. അത് എവിടെ നിന്നൊക്കെയോ വാരി വലിച്ച് അതിൽ ജൂതൻ്റെ സൈറ്റ് ഉണ്ടാകും, ജൂതൻ്റെ ഡാറ്റ ഫീഡ് ചെയ്തും ഉണ്ടാവും, മറ്റോൺ ഫീഡ് ചെയ്തും ഉണ്ടാവും, ഇസ്ലാമിൻ്റെ ശത്രുവിൻ്റെതും ഉണ്ടാകും, നിരീശ്വരവാദിയുടേതും ഉണ്ടാകും, ഷിർക്കിൻ്റേതും ഉണ്ടാകും, മുശ്രിക്കിൻ്റെതും ഉണ്ടാകും, അന്ധവിശ്വാസിയുടേതും ഉണ്ടാകും. എല്ലാ ചവറുകളും കൂടി പെറുക്കിയിട്ട് കിട്ടുന്നതിൻ്റെ ആകത്തുകയാണ് നമ്മുടെ മുമ്പിൽ ഈ തരുന്നത്. എന്നിട്ട് അതിന് ആധികാരികത സങ്കല്പിക്കരുത്. അതേപോലെ തന്നെ ഇന്ന് മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? വല്ലാതെ ഭയപ്പെടേണ്ട രോഗമാണ്. ഞാനിവിടെ നിന്നിങ്ങനെ സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുകയാണ്. എൻ്റെ അതേ ബോഡി ലാംഗ്വേജ്, ലിപ്സ് മൂവ്മെൻ്റ് പോലും എൻ്റെത്, എൻ്റെ അതേ ശബ്ദം, ഇതേ ഫോട്ടോ, കുറച്ചുകൂടി വ്യക്തം, കൂടുതൽ സൗന്ദര്യം AI ക്രിയേറ്റ് ചെയ്യുകയാണ്. ഏതാണ് സത്യം ഏതാണ് അസത്യം എന്ന് മനസ്സിലാകാതെ മനുഷ്യൻ നെട്ടോട്ടോടുകയാണ്. നിങ്ങളുടെയും എൻ്റെയും ഒക്കെ ശബ്ദങ്ങൾ അതേപടി അനുകരിക്കുകയാണ്. നമ്മുടെ തന്നെ രൂപങ്ങൾ ഉണ്ടാക്കുകയാണ്, നമ്മുടെ ഫോട്ടോകൾ ഉണ്ടാവുകയാണ്. നമ്മുടെ ശൈശവകാലത്ത് കാലിട്ടടിച്ചിരുന്ന പ്രായം, അപ്പോഴത്തെ ഒരു ഫോട്ടോ, ബാല്യകാലം, യൗവനം, കൗമാരം, യൗവനം, വയോവൃദ്ധൻ, പെട്ടെന്ന് മാറിമറിയുന്ന സംവിധാനങ്ങളിലൂടെയുള്ള സ്റ്റിൽ ഫോട്ടോകൾ, വീഡിയോകൾ, അന്യ ആണും പെണ്ണും തമ്മിൽ വൃത്തികേടുകൾ കാണിക്കുന്ന പോൺ വീഡിയോകൾ എല്ലാം AI ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇന്ന് ആരെയും അപമാനിക്കുവാൻ AI ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോകളും ശബ്ദ സന്ദേശങ്ങളും മതിയാകും. അതിൻ്റെ മറവിൽ യഥാർത്ഥത്തിലുണ്ടായ കുറ്റകൃത്യങ്ങളെ അത് AI ആണ്, ഫാബ്രിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന കള്ളന്മാർ വേറെ മറ്റൊരു പുറത്തു കൂടെ രക്ഷപ്പെടാനും നോക്കുന്നുണ്ട്. നോക്കണം, നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ ഇന്ന് നടക്കുകയാണ്. സഹോദരിമാരോട് പ്രത്യേകം, സഹോദരന്മാരെ നിങ്ങൾ നിർദ്ദേശിക്കണം, FBയിലും ഇൻസ്റ്റയിലൊന്നും വെറുതെ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യണ്ട.
ഇതൊക്കെ തിരിഞ്ഞുകൊത്തും. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള വേഷത്തിലുള്ള ആ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ഉടുപ്പിക്കാൻ എഐയോട് ജെമിനിയോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഫോട്ടോകൾ ഇങ്ങനെ തരികയാണ് അവർക്ക്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഒന്നുമില്ലാത്ത ഫോട്ടോ ആണ് നമുക്ക് തരുന്നത്. പിന്നെ അതാ കാണുന്നത് അവിടെ ഇവിടെ. തുണി ഉടുപ്പിക്കാൻ അറിയുന്ന എഐക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് തുണി ഊരിയാനും അറിയാം എന്ന തിരിച്ചറിവ് ഒരു വിശ്വാസിക്കെങ്കിലും ഉണ്ടാകണം. അതില്ലാത്ത കളിയാണെന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാ ദുരന്തങ്ങളും സമൂഹമെന്ന് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വൃത്തികേടിന്റെ ലോകം. ഖുൽ, നബിയെ പറയൂ, ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ് മാ ളഹറ മിൻഹാ വമാ ബതൻ. പ്രത്യക്ഷമായതും പരോക്ഷമായതുമായ എല്ലാം ഇനി ഖിയാമത്ത് നാൾ വരെ ഏതൊക്കെ ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള വികസനങ്ങൾ വന്നിട്ട് ഇവിടെ എന്തൊക്കെ തോന്നിയാസങ്ങൾ വരുന്നുണ്ടോ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ് റബ്ബുൽ ആലമീൻ നടത്തിയത്. മാ ളഹറ മിൻഹാ വമാ ബതൻ. പ്രത്യക്ഷമായതും പരോക്ഷമായതും വന്നതും വരാനിരിക്കുന്നതുമായ സർവ്വത്തെമ്മാടിത്തങ്ങളെയും അള്ളാഹു ഇതാ ശക്തമായി വിരോധിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾക്കൊന്നും ഇത് ഉപയോഗപ്പെടുത്താതിരിക്കാൻ പറ്റൂല. ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അതിൻ്റെ ഉപയോഗങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ സ്റ്റിയറിംഗ്, അതിൻ്റെ കൺട്രോൾ നമ്മുടെ കൈകളിലാവണം. മറ്റുള്ളവൻ കൺട്രോൾ ചെയ്യുന്ന ബസ്സിലെ യാത്രക്കാരനായി നമ്മൾ മാറരുത്. എഐയുടെ കാര്യത്തിൽ അതിൻ്റെ കൺട്രോൾ നമ്മളിലാവണം. മതബോധമുള്ള ധാർമ്മിക മൂല്യങ്ങളുള്ള ആളുകളായിരിക്കണം അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അല്ലാത്തവരുടെ കളിപ്പാവകളായി നമ്മൾ അധപ്പതിച്ചാൽ ഈ ഒരൊറ്റ സംവിധാനം കൊണ്ട് നാം നരകം വാങ്ങും, യാതൊരു സംശയവുമില്ല. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ ഫിത്തനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും അവൻ്റെ കാവൽ എല്ലാ സമയത്തും അവൻ നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും സദാ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അവൻ നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ذنوبنا وكفر